നിയമങ്ങളെയും നയങ്ങളെയും ഒക്കെ മറികടന്ന് അതിന് ഒട്ടും വില കൽപ്പിക്കാതെ പുല്ല് എന്ന ഭാവത്തിൽ ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നൈസായിട്ട് ഊരിപ്പോകുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു പോരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ സർക്കാരിന്റെ സ്ഥാനത്ത് UDFന്റെ ഒരു സർക്കാർ ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുക? ഇപ്പോഴിതാ CMRL മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായി സാമ്പത്തിക വഞ്ചന കേസ് അല്ലെങ്കിൽ അഴിമതി കേസ് വിചാരണയ്ക്ക് എത്തുമ്പോൾ കേരളത്തിലെ ഓരോ വ്യക്തിയും മനസ്സിൽ ചോദിക്കുന്നു, ഈ സർക്കാരിന്റെ സ്ഥാനത്ത് UDFന്റെ ഒരു ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ, ഉമ്മൻചാണ്ടിയോ അതുപോലെ ഒരാളായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കരിമണൽ കമ്പനിയായ CMRLന്റെ പക്കൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നൽകാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന് പറയുന്ന IT കമ്പനി 2.7 കോടി രൂപ കൈപ്പറ്റി എന്ന കേസാണ് ഇപ്പോൾ വിചാരണയ്ക്ക് വരുന്നത്. യാതൊരു സേവനവും നൽകാതെ വെറുതെ ലഭിച്ച, ചെയ്യാത്ത ജോലിക്ക് കിട്ടിയ പ്രതിഫലം, അതാണ് ഈ 2.7 കോടി രൂപ. അത് കൈപ്പറ്റിയതിന് അതൊരു സാമ്പത്തിക വഞ്ചനയാണെന്നാണ് ഈ കേസ് അന്വേഷിച്ച SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പറയുന്നത്. അവർ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ അങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഉയർന്ന അന്വേഷണ ഏജൻസിയാണ് SFIO. അവരുടെ അന്വേഷണത്തെ തുടർന്ന് കുറ്റപത്രം തയ്യാറായി. ഈ കേസിലെ പ്രതികളെ, വീണയടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കമ്പനി കാര്യ മന്ത്രാലയം SFIOയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഇനി ഇത് സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ടുള്ള കോടതിയിലേക്ക് റെഫർ ചെയ്യും, വിചാരണ നടക്കും. 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന, തടവ് ശിക്ഷ ലഭിക്കാവുന്ന ചാർജുകളാണ് വീണയുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. ഇത് ആദായ നികുതിയുടെ റിപ്പോർട്ടിലും പിന്നീട് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ആ വഴിക്ക് പുറത്തു വന്നതാണ് വീണയ്ക്കെതിരായിട്ടുള്ള ഈ മാസപ്പടി കേസ്. പിന്നീട് അത് SFIO അന്വേഷിച്ചു, വിശദമായ അന്വേഷണം നടത്തി. ഇപ്പോൾ ഈ 1.72 കോടി രൂപയുടെ തട്ടിപ്പ് അല്ലെങ്കിൽ മാസപ്പടി എന്നത് 2.7 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. നേരത്തെ വീണയുടെ കമ്പനി എക്സാലോജിക്ക് 1.72 കോടി കൈപ്പറ്റി എന്നായിരുന്നു കേസെങ്കിൽ ഇപ്പോൾ ആ തുക 2.7 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. സാമ്പത്തിക വഞ്ചന എന്നാണ് SFIO അവരുടെ കുറ്റപത്രത്തിൽ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തിന് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനി വൻതോതിലെ കരിമണല് പ്രോസസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, കോടിക്കണക്കിന് ഉറുപ്പിക ലാഭമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ എന്തുകൊണ്ട് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ തുക നൽകണം? അവരുമായിട്ട് ചില സേവനങ്ങൾക്ക് കരാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു സേവനവും ഈ കമ്പനി അങ്ങോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനു നൽകണം? വീണ അല്ലെങ്കിൽ വീണയുടെ കമ്പനി CMRL യാതൊരു സേവനവും നൽകിയിട്ടില്ലെങ്കിലും വീണയുടെ അച്ഛൻ നേതൃത്വം നൽകുന്ന, അദ്ദേഹം മുഖ്യമന്ത്രിയായ സംസ്ഥാന സർക്കാരിൽ നിന്ന് CMRL വലിയ തോതിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടാവണം, സേവനങ്ങൾ കിട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ടാവണമല്ലോ അവര് വെറും ഒരു IT കമ്പനിയായ എക്സാലോജിക്കിന് 2.7 കോടി രൂപ നൽകുന്നത്. അതായത് വ്യത്യസ്തമായ ഒരു റൂട്ടിലൂടെ ചെയ്തു കൂട്ടിയ സർക്കാരിൽ നിന്ന് ലഭിച്ച സേവനങ്ങൾക്ക്, സഹായങ്ങൾക്ക്, ആനുകൂല്യങ്ങൾക്ക് മറ്റൊരു റൂട്ടിലൂടെ പണം തിരികെ നൽകുന്നു, പ്രതിഫലം അല്ലെങ്കിൽ കൈക്കൂലി, മാസപ്പടി തിരികെ നൽകുന്നു. അതാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടില് ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതായത് സർക്കാരിൽ നിന്ന്, പിണറായി വിജയന്റെ ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച സഹായങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടായിരിക്കാം ഈ 1.72 കോടി രൂപ നൽകുന്ന അന്നത്തെ റിപ്പോർട്ടിൽ. ആ റിപ്പോർട്ടിലാണ് 1.72 കോടി ഉള്ളത്. പിന്നെ ഇത് 2.7 ആവുകയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടിൽ, പുതിയ കുറ്റപത്രത്തിൽ. ആ റിപ്പോർട്ടിൽ അന്നേ പറഞ്ഞിരുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരാരും കൈക്കൂലി വാങ്ങുന്നവരല്ല. ഒരു നയാ പൈസ അവരാരിൽ നിന്നും കൈക്കൂലിയായി വാങ്ങില്ല. പക്ഷെ ഇവരൊക്കെ ഉണ്ടല്ലോ, ചില നിശ്ചിത ദിവസങ്ങളിൽ ഉന്നത ക്ലബ്ബുകളിൽ ചീട്ട് കളിക്കാൻ പോകും. പണം വെച്ചുള്ള ചീട്ട് കളിയാണ്. അപ്പൊ എതിർഭാഗത്ത് നിൽക്കുന്നത്, കളിക്കാനിരിക്കുന്നത് സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരാണ്. ഒന്നിൽ അബ്കാരികള്, സമ്പന്നന്മാര്, മുതലാളിമാര്, കോൺട്രാക്ടർമാര്, കരാറുകാര്, ഇവരൊക്കെ ആയിരിക്കും അപ്പുറത്തിരിക്കുക. ഈ ഉദ്യോഗസ്ഥന്റെ, ഈ മുതിർന്ന അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള
ഈ അധികാരിയുടെ മുമ്പിലിരുന്ന് കളിക്കുന്നത് ഇത്തരത്തിൽപ്പെട്ട ആളുകളായിരിക്കും. കളി ഇങ്ങനെ നടക്കും, കളി മുറുകും. പക്ഷെ നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ജയിച്ചുകൊണ്ടേയിരിക്കും. അപ്പുറത്തിരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മുതലാളിമാര് അല്ലെങ്കിൽ കരാറുകാര് അല്ലെങ്കിൽ അബ്കാരികള് അവര് തോറ്റുകൊണ്ടിരിക്കും. അങ്ങനെ കളി ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ കളിക്കാനിരിക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥര്, അത് പോലീസിലാവാം, എക്സൈസിലാവാം, റവന്യൂവിലാവാം, ഏത് വകുപ്പിലേതുമാവാം, അവർക്ക് നിശ്ചിത തുക ലഭിച്ചു, കളിച്ചു ജയിച്ചു എന്ന് തോന്നുമ്പോൾ കളി നിർത്തും. പിന്നീട് ഫോർ ദ സേക്ക് ഓഫ് ദ റോഡ് ഒന്നോ രണ്ടോ എണ്ണം കൂടെ വീശിയിട്ട് അവർ പിരിക്കും. വാസത്തിലൂടെ എന്തെങ്കിലും അഴിമതി നടന്നു, കൈക്കൂലിയുടെ കൈമാറ്റം നടന്നു? ഒന്നും നടന്നിട്ടില്ല. ക്ലബിൽ നടന്നു പറയും ചീട്ട് കളിയാ. അവിടെ ഈ അബ്കാരികളോ മുതലാളിമാരോ സമ്പന്നര് തോറ്റു, ജയിച്ചത് ഈ ഉദ്യോഗസ്ഥൻ മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ CMRL എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട്. CMRL എന്തെങ്കിലും കൈക്കൂലി കൊടുത്തോ? ഇല്ല, കൊടുത്തില്ലല്ലോ. CMRL എന്തെങ്കിലും സേവനം കിട്ടിയോ? ഇല്ല. എന്നിട്ടും CMRL എന്ത് ചെയ്തു? എക്സാലോജിക്കിന് 2.7 കോടി രൂപ അങ്ങ് കൊടുത്തു. വെറുതെ ആരെങ്കിലും പണം കൊടുക്കും? അല്ലെങ്കിൽ വെറുതെ ഇതുപോലൊരു IT കമ്പനിയുമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനം ഒരു കച്ചവട ഇടപാട് നടത്തുമോ? ഇന്ത്യയിൽ എന്തുമാത്രം IT കമ്പനികളുണ്ട്, ആണും പെണ്ണും നടത്തുന്ന കമ്പനികളുണ്ട്. ഇവരെല്ലാവർക്കും ഇതുപോലുള്ള ഒരു കരാറ് CMRL ഉണ്ടായില്ല. ഒറ്റ കമ്പനിക്ക്, എക്സാലോജിക്കിന്. ആ എക്സാലോജിക്ക് ആരുടേതാ? ടി.വീണയുടേത്. ടി.വീണ ആരാ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകള്. കാര്യങ്ങളുടെ കിടപ്പ് വളരെ വ്യക്തമാണല്ലോ. ഇതാണ് വാസ്തവത്തിൽ അവിടെ നടന്നിരുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഈ ചീട്ടുകളി ലൈനില്, ആ സ്റ്റൈലില് ലക്ഷക്കണക്കിന് രൂപ മാസപ്പടിയായിട്ട് ടി.വീണയുടെ കമ്പനിയിലേക്ക്, ആ കമ്പനി അങ്ങനെ ഉണ്ടോ, അതൊരു കടലാസ് കമ്പനിയാണോ, അതെന്തെങ്കിലും സേവനങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ബാംഗ്ലൂരിൽ രജിസ്റ്റർ ആയിട്ടുള്ള കമ്പനിയാണ്, ഇത്രയും നമുക്കറിയാം. ഇതാണ് ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരുന്ന ഇടപാട്. ഇവിടെയാണ് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് വരുന്നത്. ഈ സംഭവം അല്ലെങ്കിൽ ഇതുപോലൊരു കേസ്, അന്വേഷണം, റിപ്പോർട്ട്, പ്രോസിക്യൂഷൻ, ഇത് നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് നടന്നത് എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയുമ്മനോ മറ്റോ അയാളുടെ ഒരു കമ്പനി ഇതുപോലെ ഒരു വലിയ തുക ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കാത്ത സേവനത്തിന് വേണ്ടി വാങ്ങി എന്ന് വിചാരിക്കുക. ഇതിനൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഈ സംസ്ഥാനത്ത്? ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് കേരളത്തിലെ ചാനലുകൾ ഈ സ്റ്റോറി ബ്രേക്ക് ചെയ്തത്. അതായത് വീണയെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നു, അത് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നു എന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. സ്ഫോടനാത്മകമെന്ന് തന്നെ പറയാം. കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പറഞ്ഞാലും വലിയ മാറ്റങ്ങൾ, കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു വാർത്തയാണ്. അത് വന്നത് ഇന്നലെ വൈകുന്നേരമാണ്, ഒരു 4-5 മണി എന്ന് വിചാരിച്ചോളൂ. അത് UDF സർക്കാരിന്റെ സമയത്തായിരുന്നുവെങ്കിൽ ഇതിനകം എത്ര ബസ്സുകൾ, KSRTC ബസ്സുകൾ, സർക്കാരിന്റെ വാഹനങ്ങൾ LDF കത്തിച്ചിട്ടുണ്ടാവും, എത്ര സർക്കാർ ഓഫീസുകൾ എറിഞ്ഞ് തകർത്തിട്ടുണ്ടാവും, പോലീസിനെതിരെ എവിടെയൊക്കെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടാവും. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളം കത്തുമായിരുന്നു. അതാണ് ഇന്ന് കേരളത്തിൽ ഓരോ പൗരനും ചോദിക്കുന്നത്. ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ ആരോപണം, അല്ലെങ്കിൽ അന്വേഷണം, അതിന്റെ റിപ്പോർട്ട്, അതിന്റെ പേരിലുള്ള പ്രോസിക്യൂഷൻ സംഭവിക്കുന്നത് ഒരു UDF സർക്കാരിന്റെ കാലത്തായിരുന്നുവെങ്കിൽ എന്തൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന്. ആദ്യം ഈ 1.72 കോടി രൂപയുടെ ആരോപണം ഉണ്ടായപ്പോഴ് പാർട്ടി ഒന്നടങ്കം പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മകളുടെയും പിന്നിൽ അണിനിരക്കുകയാണ് ഉണ്ടായത്. എല്ലാ പ്രതിരോധങ്ങളും തീർത്തു. നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചു. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ചീറിക്കടിക്കാൻ ചെല്ലുകയായിരുന്നു. വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. പാർട്ടി എന്താ പറഞ്ഞത്? ഇതിനെന്തിനാ പിണറായി വിജയനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്? ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടാണ്. CMRL എക്സാലോജിക്കിനെ അവർ എൻഗേജ് ചെയ്തു, അവർ ചില സേവനങ്ങൾ ചെയ്തു, അതിന് അവർക്ക് പ്രതിഫലം കിട്ടി. അതിനെന്താ ഇവിടെ പ്രശ്നം? MV ഗോവിന്ദൻ അടക്കമുള്ളവർ, പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവര് ചോദിച്ച ചോദ്യമാണ്. പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തത് വെറുതെ അല്ല കേട്ടോ. ഈ മാസപ്പടി കേസ് കാര്യമായിട്ട് അന്വേഷണം നടന്നാല് അവസാനം ഇത് ചെന്നെത്തി നിൽക്കുക പിണറായി വിജയന്റെ മുറിയുടെ പുറത്തായിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ വിജിലൻസിന് ഒരു കേസ് കൊടുത്തിരുന്നു. ഇത് സംബന്ധിച്ചൊരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന്. അത് കോടതി അങ്ങ് തള്ളി. വിജിലൻസ് അന്വേഷണത്തിന് പാകത്തിലുള്ള ഒന്നും ഈ കേസില്ലെന്നാണ് കോടതി പറഞ്ഞത്. എന്തോ ഒരു സന്തോഷ പ്രകടനമായിരുന്നു. എന്റെ ദൈവമേ, ഈ മാസപ്പടി കേസ്, CMRL അല്ലെങ്കിൽ എക്സാലോജിക്ക് മാസപ്പടി കേസ് ചത്തുമണ്ണടിഞ്ഞു, അത് അറബിക്കടലിലായി എന്നാണ് പാർട്ടി നേതാക്കള് പ്രസ്താവന ഇറക്കി. ചർച്ചകളില് അട്ടഹസിച്ചു. മാത്യു കുഴൽനാടന് ഊടുപാട് പള്ളു പറഞ്ഞു. പക്ഷെ ഇപ്പോ വീണ്ടും ഈ കേസ് ഉയർന്നു വരുമ്പോൾ, വീണ്ടും ഉയർന്നു വരികയല്ല,
SFIO നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുക. അതിന്മേൽ പ്രോസിക്യൂഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും പാർട്ടി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും പ്രതിരോധം തീർക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മധുര കേന്ദ്രീകരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. മധുരയിൽ ഇപ്പൊ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കായി റിപ്പോർട്ട് വന്നത് ആ ടൈമിങ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കേസിനെ കേസായി കാണണം, പാർട്ടിയിൽ ഇതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെയാണ് നമ്മുടെ MV ഗോവിന്ദൻ മാക്സ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു ഒഴുക്കൻ മട്ടില പറഞ്ഞിരിക്കുന്നത്. പത്രങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് അദ്ദേഹത്തിന്റെ ബൈറ്റുകൾ കേൾക്കാൻ സാധിച്ചില്ല. പത്ര റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഒഴുക്കൻ ഭാഷയാണ്. പക്ഷെ ഏറ്റവും വാചാലമായത് നമ്മുടെ ബേബി സഖാവാണ്. ബേബി സഖാവ് അങ്ങനൊന്നും പിണറായിക്ക് വേണ്ടി നാവിട്ടടിക്കുന്ന ഒരാളല്ല. ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ കാലത്ത് പോലും കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. LDF ഈ 3ാം തവണ അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും സ്വപ്നങ്ങളാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശൂരനാട്ടോ മറ്റോ ഒരു കൊടിമര ഘോഷയാത്രയിൽ പറഞ്ഞതാ. പക്ഷെ ഇന്നലെ മധുരയിൽ അദ്ദേഹം വാചാലനായി. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയാണെന്ന്, എന്ന് വെച്ചാൽ ഊതിക്കാച്ചിയ പൊന്നാണ്. സർക്കാരിനെയും പാർട്ടിയെയും ഉന്നമിട്ടുകൊണ്ട് ചില ഗൂഢ നീക്കങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമാണ് ഇത്. ഈ അന്വേഷണം നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്മേൽ അത് ചർച്ചയായപ്പോൾ തുടങ്ങിയ അന്വേഷണമാണ്. അത് കുറെ ആഴ്ചകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ റിപ്പോർട്ടായിട്ട് വന്നിരിക്കുക. അതെന്തിനാ പാർട്ടിയെയും സർക്കാരിനെയും ലക്ഷ്യമാക്കിയുള്ള ഒരു ഗൂഢനീക്കമായിട്ട് വ്യാഖ്യാനിക്കുന്നത്? ആദായ നികുതിയുടെ കണ്ടെത്തലിനെ തുടർന്ന് ഈ കമ്പനി പിഴയടച്ചതാ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ SFIOയുടെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടു നമ്മുടെ വീണ, മുഖ്യമന്ത്രിയുടെ മകള്, കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. അത് തള്ളിപ്പോയതാ. ഇപ്പൊ അതുപോലെ കേസ് CMRൽ കൊടുത്ത് സുപ്രീം കോടതിയിലുണ്ട്. അത് ഇവിടെ വിസ്മരിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രോസസ്സിന്റെ അവസാനമായിട്ട് വന്നതാണ് ഈ റിപ്പോർട്ട്. അതിന്റെ തുടർച്ചയാണ് ഈ പ്രോസിക്യൂഷൻ. അതെങ്ങനെയാണ് പാർട്ടിക്കും സർക്കാരിനും എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ട് മാറുന്നത്? മനസ്സിലാവുന്നില്ല. പക്ഷെ ബേബി വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. ഈ സമ്മേളനത്തിന്റെ അവസാന ദിവസം പാർട്ടിക്ക് ഒരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ പോവുക. ബേബിക്ക് എല്ലാ സാധ്യതയുണ്ട്. സീനിയോറിറ്റി നോക്കിയാലും അംഗസംഖ്യയിൽ ഏറ്റവും ശക്തിയുള്ള ഒരു പാർട്ടി ഘടകം, സംസ്ഥാന ഘടകം കേരളമാണ് എന്നത് കണക്കിലെടുത്താലും തീർച്ചയായിട്ടും ബേബിയാണ് ജനറൽ സെക്രട്ടറി ആവേണ്ടത്. പക്ഷെ ബേബി ആകണമെങ്കിൽ പിണറായി വിജയന്റെ പിന്തുണ വേണം. അതില്ലാതെ നടക്കത്തില്ല. അതുകൊണ്ട് ഒന്ന് പിണറായിയെ സന്തോഷിപ്പിക്കാം, സൂചിപ്പിക്കാം. അതായിരിക്കാം അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഞാൻ കരുതുകയാണ്. നമ്മുടെ ബാലൻ സഖാവ് പറയുന്നത് അദ്ദേഹം 75 വയസ്സ് കഴിയുന്നതോടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊക്കെ പുറത്തു പോവുക. എന്നാലും അദ്ദേഹത്തിന് പിണറായിയോടുള്ള കൂറിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല, ഒരു കുറവും വന്നിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈ കൊടുക്കാത്ത സേവനമൊന്നും CMRL പറഞ്ഞിട്ടില്ല എന്നാണ്. ചേട്ടാ, CMRL ഇവിടെ കൈക്കൂലി കൊടുത്തിരിക്കുക എക്സാലോജിക്കിന്. അപ്പൊ അവര് സമ്മതിക്കുമോ ഞങ്ങൾക്ക് കിട്ടാത്ത സേവനത്തിന് ഞങ്ങൾ കൊടുത്ത കാശാണെന്ന്, പ്രതിഫലമാണെന്ന്? അപ്പോൾ അത് കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന്റെ സമ്മതിക്കലാവില്ലേ? അവരത് പറയുമോ? പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. എക്സാലോജിക്ക് വീണയുടെ കമ്പനി സേവനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന്, CMRലിന് ചില സർവീസസ് ഒക്കെ നൽകിയിട്ടുണ്ട്, അതിനുള്ള പ്രതിഫലമാണെന്ന്. പക്ഷേ SFIO അന്വേഷിച്ചിട്ടൊന്നും കണ്ടെത്തിയില്ല, ഒരു തുമ്പും കിട്ടിയില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ഒരു സേവനവും ഇല്ല. അവരുമായിട്ട് സേവനപരമായി യാതൊരു ബന്ധവും ഇല്ല. സേവനം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സഹായം ലഭിച്ചിട്ടുണ്ട്. അത് പക്ഷേ എക്സാലോജിക്കിൽ നിന്നല്ല. എക്സാലോജിക്കിന്റെ ഉടമ വീണയുടെ അച്ഛൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സർക്കാരിൽ നിന്നാണ്. അത് വെറുതെ പറയുന്നല്ല. ഈ ആദായ നികുതിയുടെ റിപ്പോർട്ടിലും ഇന്ററീം സെറ്റിൽമെന്റ് റിപ്പോർട്ടിലും ആ സൂചനയുണ്ട്. പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് ലഭിച്ച സേവനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടായിരിക്കാം ഈ തുക നൽകിയത് എന്നുള്ള സൂചനയുണ്ട്. അതാണ് സത്യം. ബാലൻ മാഷ് പറഞ്ഞതിൽ ചെറിയ തെറ്റേ ഉള്ളൂ. സേവനം കൊടുത്തത് എക്സാലോജിക്കല്ല, സേവനം കൊടുത്തത് സംസ്ഥാന സർക്കാരാണ്. ആ വ്യത്യാസങ്ങൾ ഇവിടെ ഇപ്പോൾ പാർട്ടി ചെയ്യുന്നത് ആദായ നികുതി വകുപ്പിനെയോ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിനെയോ അവർ നടത്തിയ സെറ്റിൽമെന്റിനെയോ അത് കഴിഞ്ഞിട്ട് SFIO നടത്തിയ അന്വേഷണത്തെയോ അവരുടെ റിപ്പോർട്ട്, അതിന്മേലുണ്ടായ കുറ്റപത്രം, അതിന് ഈ പ്രോസിക്യൂഷനിലേക്ക് പോകുന്നത്, ഇതിനെയൊക്കെ പുല്ലേ എന്ന രീതിയിലാണ് അവർ കാണുന്നത്. ഞങ്ങൾ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് പാർട്ടി ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെ കാണുന്നത്. മറ്റു ചില നേതാക്കൾക്ക് മധുരയിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ സമയത്ത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനുള്ള അസ്കിതയാണ്. അതിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന നടന്നു. അല്ലെങ്കിൽ പിന്നെ ഈ മധുര സമ്മേളനം തുടങ്ങി 2ാമത്തെ ദിവസം ഇത് റിപ്പോർട്ട് പുറത്തു വരുമോ? ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നു. അതിൽ ചില ഗൂഢാലോചന കാണുന്ന നേതാക്കളും CPMലുണ്ട്. പഴയകാലത്തെ ദേശീയ സമ്മേളനങ്ങളുടെ ഒരു നിഴൽ മാത്രമാണ് നമ്മൾ മധുരയിൽ കാണുന്നതെങ്കിലും അവിടെ അനിഷേധ്യനായി നിൽക്കുന്നത് പിണറായി വിജയനാണ്. എതിരറ്റ നടനായിട്ട് അദ്ദേഹം അരങ്ങ് വാഴുമ്പോഴാണ്
അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ട്. അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ടെന്ന് പറയുമ്പോൾ പരോക്ഷമായിട്ട് അദ്ദേഹം തന്നെയാണ് ഇതിനകത്തെ പ്രതി. അത് എക്സാലോജിക്ക് കൊടുത്ത സേവനത്തിനല്ല പ്രതിഫലം ഗവൺമെന്റ് ആണെന്ന് വരുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയായിട്ട് മാറുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മധുരയിൽ അങ്ങനെ വിരാജിക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. വരട്ടെന്നേ, നിങ്ങൾ പാർട്ടി കോൺഗ്രസ് അതൊന്ന് ഒന്ന് ഒന്ന് ചർച്ച ചെയ്യേ, ഡിസ്കസ് ചെയ്യേ, അതിനുമേൽ നിങ്ങളുടെ നിലപാടൊന്ന് പറ, ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കട്ടെ. നാട്ടുകാർ എന്താണ് ഇത്തരം കാര്യങ്ങളിലെ CPM-ന്റെ ഇപ്പോഴത്തെ നിലപാട്, അതൊന്ന് പുറത്തു വരട്ടെ. നിങ്ങൾ ഈ കേസിൽ പരോക്ഷമായിട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പിണറായി വിജയന് ഈ 75 വയസ്സ് എന്ന ഒരു പ്രായപരിധി അതിന് ഇളവ് നൽകി അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ തുടരാൻ അനുവദിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കുക. ഈ സമ്മേളനത്തിൽ വന്ന ഒരു ചർച്ച കേരള മോഡൽ ചർച്ച, കേരളത്തിലെ പ്രതിനിധികൾ അവതരിപ്പിച്ച ഒരു ഉടായിപ്പായിരുന്നു കേരള മോഡൽ ചർച്ച. അതായത് പിണറായി വിജയന്റെ കേരള മോഡല് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കണം, അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തണം, നിങ്ങൾ എത്തിക്കുക കേരള മോഡൽ. സഖാക്കളെ, ഇപ്പോൾ ഈ കേരള മോഡൽ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ എന്തെങ്കിലും നേട്ടങ്ങളെ കുറിച്ചല്ല. ഇപ്പോഴത്തെ കേരള മോഡൽ ഒരു സേവനവും നൽകാതെ കോടിക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന മാജിക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മന്ത്രവാദത്തെ കുറിച്ചാണ്. അത് നിങ്ങൾ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കാൻ തീരുമാനിക്കുക. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകും അഴിമതിയോട് അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗത്തോട് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോഴുള്ള നിലപാട് എന്താണ് എന്ന് ഞങ്ങളത് മനസ്സിലാക്കിക്കോട്ടെ. സത്യം പറഞ്ഞാൽ അതിന് പാകത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത്. സമ്മേളനം നടക്കുമ്പോൾ നിങ്ങളത് ചർച്ച ചെയ്യുക, നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായിട്ട് അറിയട്ടെ. അത് ചർച്ച ചെയ്യാതെ പോകരുത്. ഇതുപോലെ ധാരാളം കേസുകളും നടപടികളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ രാജൻ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെന്നും അത് ബോധ്യപ്പെട്ടുവെന്നും രാജനെ കോടതിയിൽ ഹാജരാക്കണമെന്നും അതിന് പറ്റുന്നില്ലെങ്കിൽ അത് കോടതിയെ അറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധി വന്നപ്പോഴാണ് കരുണാകരൻ രാജിവെച്ചത്. ഈ കോടതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നൊന്നുമില്ല, എന്നിട്ടും അദ്ദേഹം രാജിവെക്കുക ഉണ്ടായത്. 2005 KP വിശ്വനാഥൻ വനംവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ രാജിവെച്ചു. വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിലെ ഹൈക്കോടതിയിൽ ഉണ്ടായ ചില പരാമർശങ്ങളിൽ KP വിശ്വനാഥന്റെ പേരും പരാമർശിച്ചിരുന്നു. ആരോടും ചോദിക്കാതെ അദ്ദേഹം രാജിവെച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സണ്ണിക്കുട്ടി, ഞാൻ മാതൃഭൂമി പത്രത്തിന്റെ ഈ വാർത്തയുടെ ഡിസ്പ്ലേ കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി, ഞാനിങ്ങ് രാജിവെച്ചു. ഒരു പത്രം ഒരു വാർത്ത, ഒരു കോടതി വാർത്ത റിപ്പോർട്ട് ചെയ്തു, അതിന്റെ രീതി, ആ ഡിസ്പ്ലേ കണ്ടിട്ട് രാജിവെച്ച മന്ത്രിമാരുണ്ട് ഇവിടെ. ചാത്തുണ്ണി മാസ്റ്റർക്കെതിരായിട്ട് എങ്ങനെയാണ് CPM നടപടിയെടുത്തത്? അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ജനശക്തി ഫിലിംസിൽ എന്തോ ചില തിരിമറിയും സാമ്പത്തിക തിരിമറി നടന്നു, അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. നമ്മുടെ P. ഗോവിന്ദപിള്ള, അദ്ദേഹത്തെ ഒരു 5 പൈസയുടെ കാര്യത്തിൽ ആരും സംശയിക്കില്ല. അദ്ദേഹം ദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന സമയത്ത് കിട്ടിയ ഒരു ഡ്രാഫ്റ്റ് അദ്ദേഹം അപ്പോൾ വായിച്ചു കൊടുക്കുന്ന പുസ്തകത്തിന്റെ ഒരു പേജിലോട്ടൊന്ന് വെച്ചു മാർക്കറായിട്ട്. പിന്നെ ഇത് എടുക്കാനും ആഫീസിൽ കൊടുക്കാനും മറന്നുപോയി. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലില് കുറെ നാളുകൾ കടന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കേസ് എന്തുമാകട്ടെ, ആ ചെറുപ്പക്കാരനെതിരെ കേസുള്ള പാർട്ടി എന്തെങ്കിലും നിലപാടെടുത്തോ? പാർട്ടി സഹായിക്കാൻ പോയോ? ഇല്ലല്ലോ. വീണയ്ക്ക് കിട്ടിയ പ്രതിരോധം അല്ലെങ്കിൽ സഹായം CPM ആ ചെറുപ്പക്കാരന് കൊടുത്തോ? അവസാനം സ്വന്തം നിലയ്ക്ക് എങ്ങനെയൊക്കെ അയാൾ പുറത്തിറങ്ങി. കേസിന്റെ സമയത്ത് പാർട്ടി തിരിഞ്ഞു നോക്കിയില്ല, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലം സമ്മേളനം തുടങ്ങിയ ദിവസം കോടിയേരി ബാലകൃഷ്ണന്റെ വീടിന്റെ മുമ്പിൽ ഒരു കൊടിമരത്തിൽ ചെങ്കൊടി ഉയർത്തിയിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം ഇംഗ്ലാവ് വിളിക്കുന്ന ഒരു ചിത്രം എവിടെയോ കാണുകയുണ്ടായി. അതാണ് ആ പയ്യന്റെ ഇപ്പോഴത്തെ, അല്ല ആ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷെ വീണയ്ക്ക് എല്ലാ സംരക്ഷണങ്ങളും ഉണ്ട്. പ്രതിരോധം തീർക്കാൻ പാർട്ടി മുമ്പിൽ നിൽക്കും. സർക്കാരിൽ നിന്ന് ലഭിച്ച സഹായത്തിന്റെയും ആനുകൂല്യങ്ങളുടെയും പേരിൽ ഒരു IT കമ്പനി, മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥയുള്ള IT കമ്പനി 2.7 കോടി രൂപ കൈപ്പറ്റി മാസപ്പടി വാങ്ങി അല്ലെങ്കിൽ അഴിമതി പണം സ്വന്തമാക്കി എന്ന കേസ് വിചാരണയ്ക്കെത്തുമ്പോൾ, മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുന്നത് ശരിയാണ്? അത് പാർട്ടി തീരുമാനിക്കട്ടെ, പാർട്ടി അണികൾ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മധുരയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിനിധികൾ തീരുമാനിക്കട്ടെ. സഹാക്കളെ, പിണറായി വിജയൻ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് പോകും. പക്ഷെ ഈ പാർട്ടി എന്നും നിലനിൽക്കേണ്ടതാണ്. അത് ഓർക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. ഏതായാലും ഈ മധുര ഒട്ടും മധുരമല്ല പാർട്ടിക്ക് അല്ലെങ്കിൽ പിണറായി വിജയന് നൽകുന്നത്, കയ്പ് തന്നെയാണ്. ആൽമരം തണലിന് നല്ലതാണ്. വെയിൽ മൂക്കുമ്പോൾ അതിന്റെ കീഴിൽ നിന്നൊരു
തണുപ്പും സുഖവും ഒക്കെ കിട്ടും. പക്ഷെ ഈ ആല് മണ്ണിൽ നിന്ന് കിളിർത്ത് വളർന്നതാവണം.